കർത്താവായ യേശുക്രിസ്തു യെരൂശലേമിലേക്ക് പ്രവേശിച്ചു. പെസഹായുടെ ദിവസം അടുത്തു വരുന്നു. പെസഹായിൽ ഇവിടെ നമ്മൾ ആദ്യം വായിച്ച സമയത്ത് വായിച്ചിട്ടുണ്ട്. അപ്പമെടുത്ത് നുറുക്കി വാഴ്ത്തി കൊടുത്തു. എന്നാൽ പിറ്റേ ദിവസമാണ് ചരിത്രത്തെ മാറ്റിമറിക്കുന്ന സംഭവം ഉണ്ടായി. ഒരുക്കി വെച്ചിരിക്കുന്ന മരക്കുരിശിൽ മൂന്നാണിമേൽ കർത്താവായ യേശുക്രിസ്തു പെസഹ അപ്പമായി മാറി. നമുക്ക് വേണ്ടി അപ്പമായി മുറിക്കപ്പെടുന്ന യേശു തമ്പുരാൻ നമ്മുടെ വിടുതലിന് വേണ്ടി പഴയ നിയമ പെസഹ അവിടെ നിൽക്കുകയാണ്. ഇനിയുള്ളത് പുതിയ നിയമ പെസഹ. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കും. എനിക്കും നിങ്ങളും നിങ്ങളുടെ വിടുതലിന് വേണ്ടി, തലമുറയുടെ വിടുതലിന് വേണ്ടി പെസഹ കുഞ്ഞാട് വെള്ളിയാഴ്ച അറുക്കപ്പെടുകയാണ്. എന്നാൽ ഞായറാഴ്ച അവിടെ കൊണ്ട് ചരിത്രം തീരുന്നില്ല. ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. അവിടെയും തീരുന്നുണ്ടോ? അവിടെയും തീരാതെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ ഒരുക്കിക്കഴിഞ്ഞ് നിങ്ങളെ വിളിക്കുവാനായി മടങ്ങി. ദ മാസ്റ്റർ വിൽ റിട്ടേൺ, ദ മാസ്റ്റർ വിൽ റിട്ടേൺ. കണ്ണുകളെ നിത്യനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പരമപിതാവേ, ഞങ്ങൾക്ക് ഈ പീഡാനുഭവ ശുശ്രൂഷകൾ ഒക്കെ പങ്കെടുക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും പദവിയും തന്നതിനാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ ഞങ്ങളുടെ നോമ്പ് കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ രൂപാന്തരപ്പെടുത്തിയ ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നതിനും പെസഹായുടെയും ദുഃഖവെള്ളിയാഴ്ചയുടെയും ഉയർപ്പിന്റെയും അവസരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ മനുഷ്യനായി തീർക്കത്തക്കവണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അവസരങ്ങളാക്കി തീർക്കണമേ. അടിയന്റെ വായിലെ വാക്കുകൾ വചനം നീ തന്നതായിരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാ നിറവിന്റെ അനുഭവത്തിൽ വചനത്തെ സംസാരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ കാണിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. അപ്പോൾ നാളെ നമ്മൾ പെസഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ അതിനു മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ഈ വർഷവും അവസരം തന്ന ബഹുമാനപ്പെട്ട സാമച്ചനോടും ജീവനച്ചനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒരു ലഘു പഠനമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ എവൻഗേലിയനായി വായിച്ച ഭാഗം താലന്തുകളുടെ ഉപമ. ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടുകൊണ്ടേയിരിക്കണം. എന്താണ് ഈ താലന്തുകളുടെ ഉപമയ്ക്ക് ഈ പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസത്തെ പ്രസക്തി എന്താണ് എന്ന് നമ്മൾ നോക്കാം. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ പറ്റി പ്രതിപാദിക്കുവാനായിട്ട് പെസഹയുടെ തൊട്ട് 2 ദിവസം മുമ്പ് നടത്തുന്ന പ്രഭാഷണമാണ്. 2 ഉപമകളാണ്, 3 ഉപമകൾ. ആദ്യത്തെ ഉപമയിൽ പറയുന്നത് 10 കന്യകമാരെ പറ്റി. ബുദ്ധിയില്ലാത്ത കന്യകമാരും ബുദ്ധിയുള്ള കന്യകമാരും മണവാളനെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഒരു മണവാളനുണ്ട്, മണവാളന്റെ വരവിന് വേണ്ടി നിന്നെ ഒരുക്കിയെടുക്കണമെന്നുള്ള ഒരു പാരബിളാണ് അവിടെ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് താലന്തുകളുടെ ഉപമ. ഈ താലന്തുകളുടെ ഉപമയ്ക്ക് എങ്ങനെ ഇവിടെ പ്രസക്തി, അതാണ് നമ്മൾ അല്പസമയം പഠിക്കുവാനായിട്ട്. ഞാൻ കുറിവാക്യമായി വായിക്കുകയാണ്. His master said to him, well done, good and faithful servant. You have been faithful over a little, I will get you over much. Enter into the joy of Lord. Enter into the joy of the Lord. യജമാനന്റെ സന്തോഷത്തിലേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ എങ്ങനെ കഴിയും? കർത്താവിന്റെ ഉയർപ്പിനും കർത്താവിന്റെ റിട്ടേൺ, അതാണ് ഞാൻ ആദ്യം ആമുഖമായി പറയുന്നത്. കർത്താവിന്റെ റിട്ടേൺ അല്ലെങ്കിൽ തിരിച്ചുവരവിനും കർത്താവിന്റെ ഉയർപ്പിനും ശേഷം എന്നെയും നിങ്ങളെയും എങ്ങനെ ശരിയാക്കിയെടുക്കാം, എങ്ങനെ നമുക്ക് ജീവിക്കുവാനൊക്കും, നമ്മളെ എങ്ങനെ പരുവപ്പെടുത്തി എടുക്കാം എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയത്രേ ഈ ഭാഗത്തിലൂടെ. സമയം ചുരുക്കം കൊണ്ട് ഘട്ടമായി ഞാനത് പറയുവാനായിട്ട്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത് എന്താ? 14-15 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത്. ഒരു മാസ്റ്റർ ഉണ്ട് അല്ലേ? ദ മാസ്റ്റേഴ്സ് ട്രസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മുടെ സാധാരണ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നത് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ദ മാസ്റ്റേഴ്സ് ആബ്സെൻസ്. അതിലൊക്കെ കുറച്ചുകൂടെ കടന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ട് പറയാം. ദ മാസ്റ്റേഴ്സ് ട്രസ്റ്റ്. ഇവിടെ ഒരു യജമാനുണ്ട്. ആ യജമാനൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് താലന്തുകൾ കൊടുക്കുന്ന കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. Gives different amounts. നമുക്ക് എമൗണ്ട് ആയിട്ട് ഇപ്പൊ ചിന്തിക്കാം, പിന്നെ നമ്മൾ ബിബ്ലിക്കൽ ചിന്തകളിലേക്ക് വരാം.
ഇവിടെ 5 താലന്തും 2 താലന്തും 1 താലന്തും കൊടുക്കും. ഇന്നത്തെ കണക്ക് വെച്ച് പോട്ട് ഒരു $50,000 വെച്ചു, 20,000 കുറഞ്ഞു പോയി. ആ ഒരു താലന്ത് ഇത് പഠിക്കുവാൻ വേണ്ടിയാണ് ഞാൻ സൂചനകളൊക്കെ തരുന്നത്. അപ്പോൾ 5 താലന്തും 2 താലന്തും 1 താലന്തും കൊടുക്കും. എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പരദേശത്ത് കാശ് കൊടുത്തിട്ട് എന്തുവരെ ചെയ്യും? ഒന്നുകിൽ ഒരു 100 രൂപയുടെ മുദ്രപത്രം എഴുതും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർ വരെ 100 പോരാ 500 മുദ്രപത്രം എടുക്കണം, ഉറപ്പില്ല നമുക്ക്. അല്ലെങ്കിൽ ഒരു പ്രോമിസറി നോട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഡീഡ് ഉണ്ടാക്കും. ഞാൻ ഈ കൊടുത്തിട്ട് പോകുന്ന പൈസ ഇവന്റെ കയ്യിലുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന യജമാൻ, ദി അൺകണ്ടീഷണൽ ട്രസ്റ്റ്. ഒരു കണ്ടീഷനും ഒരു നിബന്ധനയുമില്ല. 3 ദാസന്മാര് വിശ്വസ്തരാണ് എന്ന് കണ്ടുകൊണ്ട് 3 പേരെ താലന്തുകൾ എടുത്തു. There is no condition, there is no promissory note, there is no മുദ്രപത്രം. അൺകണ്ടീഷണൽ ട്രസ്റ്റ്. ഇവൻ ഈ പൈസ കൊടുക്കുമ്പോൾ എവിടെയെങ്കിലും താലന്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോൾ പണം തിരിച്ചു മടക്കി തരണമെന്ന് പറയുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, മടക്കി തരണമെന്ന് അവിടെ ഒന്നും പറയുന്നില്ല. അതാണ് ദി അൺകണ്ടീഷണൽ ട്രസ്റ്റ്. God doesn't give everyone the same gifts, but he expects everyone to be faithful. നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്ന ഗിഫ്റ്റുകളെല്ലാം എല്ലാവർക്കും ഒരുപോലെ കിട്ടണമെന്നുള്ളതാണ്. ദൈവം അൺകണ്ടീഷനായിട്ട് ഒരു കണ്ടീഷനുമില്ലാതെ ജീവിതത്തിന്റെ ആയുസിന്റെ ആരംഭം മുതൽ ഗിഫ്റ്റുകൾ തന്ന് നമ്മളെ ഇങ്ങനെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ പലർക്കും പല ഗിഫ്റ്റുകളാണ് കിട്ടുന്നത്. അതിലേക്ക് നമ്മൾ ഉടനെ വരാം. ഇവിടെ 3 പേർക്ക് 3 ഗിഫ്റ്റുകളാണ് കൊടുക്കുന്നത്. അത് വയസ്സാണോ വലിയോ? പറ. അൺഫെയർ ആണ്? അല്ല. ഇവിടെ നമ്മൾ വായിക്കുന്ന 25-ാം അധ്യായത്തിന്റെ 1 ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. ഒരു ക്വസ്റ്റ്യൻ ഒന്നുമില്ല അവിടെ. അവനവന്റെ കഴിവിനനുസരിച്ച് പ്രാപ്തി പോലെ എന്നാണ് അവിടെ പറയുന്നത്. കഴിവിനനുസരിച്ച് ആ ദാസനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയുണ്ട്. ആ ദാസനെ താലന്ത് കൊടുത്തിട്ട് പോകുന്ന ഒരു മാസ്റ്ററെ അത്രയും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. രണ്ടാമത് നമുക്ക് കാണാൻ ദ സെർവന്റ്സ് റെസ്പോൺസ്. 5 താലന്ത് വാങ്ങിച്ചവരും 2 താലന്ത് വാങ്ങിച്ചവരും റെസ്പോണ്ട് ചെയ്ത് എങ്ങനെയാ ചെയ്തേ? അതിനെ ഇരട്ടിയാക്കി കൊടുത്തു. ഇരട്ടിയാക്കാനൊന്നും മാസ്റ്റർ പറഞ്ഞില്ല. മാസ്റ്റർ പറഞ്ഞത്, യജമാനൻ പറഞ്ഞത് അവന്റെ കയ്യിൽ പണം കൊടുത്തതാ. എന്നാൽ ഈ മാസ്റ്റർ എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ് നമുക്ക് നോക്കുവാനായിട്ട് സാധിക്കും. ഒരുത്തൻ 5 താലന്തിനെ 10 ആക്കി, 2 താലന്തിനെ 4 ആയി. മൂന്നാമത്തെ എന്ത് ചെയ്തു? ഒരു കുഴി കുഴിച്ചിട്ടു. അതാണ് അവര് അവിടെ ചെയ്തത്. ഇത് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. 2 ദാസന്മാർ ഇനീഷ്യേറ്റീവ് എടുത്തു. മൂന്നാമത്തെ ദാസൻ ഒരു ഇനീഷ്യേറ്റീവും എടുത്തില്ല. ദൈവം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ റെസ്പോൺസ്? നമ്മൾ എന്താ റെസ്പോൺസ് ദൈവത്തോട് കാണിച്ചിട്ടുള്ളത്? പലവിധത്തിലുള്ള ഗിഫ്റ്റുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 5 താലന്ത് കിട്ടിയവരും 2 താലന്തിന് വർദ്ധിപ്പിക്കുവാനായിട്ട് ചെയ്യുമ്പോൾ ഈ മൂന്നാമത്തെ ആളിന്റെ കുട്ടിയാണ് നാം എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ താലന്തുകൾ കൊടുത്തിട്ട് പോയ ആള് അവിടെ ഇല്ല. ഇപ്പൊ 5 താലന്തും 2 താലന്തും കൊടുത്തുകൊണ്ട് വർദ്ധിപ്പിച്ചു. മൂന്നാമത്തെ ആള് കുഴിച്ചിട്ടതായ സമയത്ത് മാസ്റ്റർ വരികയാണ്. 19 മുതൽ 23 മാസ്റ്റേഴ്സ് റിട്ടേൺ ആണ് നമുക്കിവിടെ കാണുവാനായിട്ട്. ആദ്യത്തെ 2 പേരോട് ബന്ധം പറയുന്നത്, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ നിങ്ങളെ ഞാൻ അധികത്തിന് വിചാരകൻ ആക്കി മാറ്റും. അവരെ പ്രൈസ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് വെറുതെ ഓടിച്ചെങ്ങനെ പോകുന്ന ഒരു ജീവിതമല്ല. അതിനല്ല നമ്മളെ ദൈവം കൊണ്ടുവന്നത്. നമ്മൾ ആരും ഇതിന്റെ ഓണേഴ്സ് അല്ല. നമുക്കിവിടെ ജീവിക്കുവാനുള്ള അവകാശം തന്ന പ്രിവിലേജ് ആണ് തന്നിരിക്കുന്നത്. ദൈവം അല്ലെങ്കിൽ മാസ്റ്റർ തന്നിരിക്കുന്ന ഗിഫ്റ്റുകളെ ഉപയോഗിക്കുവാനായിട്ട് പറയുമ്പോൾ, അതിനെ വിനിയോഗിക്കുവാനായിട്ട് പറയുമ്പോൾ അത് ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ചോദ്യം. ദ മാസ്റ്റർ റിട്ടേൺഡ്. അവിടെ വന്നപ്പോൾ 2 പേരോടും കണക്ക് ചോദിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ചോദിക്കുക.
രണ്ടുപേരോട് കണക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നല്ലവരും വിശ്വസ്തരുമായ ദാസരെ, നിങ്ങളെ ഞാൻ അധികത്തിന് വിചാരകനാക്കി. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോട് പ്രതിബദ്ധത ഫെയ്ത്ത്ഫുൾ ആയിട്ടിരുന്നാൽ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. സമൂഹത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. പല വിധത്തിലുള്ള ഗിഫ്റ്റ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, സാമച്ചൻ നല്ലപോലെ പാട്ട് പാടും. ഞാൻ എത്ര ശ്രമിച്ചാലും ഒരു പാട്ടുകാരനാകാൻ ഒക്കില്ല. അല്ല, ജീവനച്ച് സാമച്ചൻ നല്ലപോലെ കുർബാന എടുക്കും. എനിക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് കുർബാന എടുക്കാൻ സാധിക്കും. കാരണം ദൈവം തമ്പുരാൻ അവരെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതായ അവരുടെ കഴിവിനനുസരിച്ച് ദൈവത്തിന്റെ നിയോഗമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റാണ് ദൈവിക ശുശ്രൂഷ എന്നുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന രോഗികളെ കാണാനായിരിക്കാം, പ്രാർത്ഥിക്കുവാനായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടായിരിക്കാം. ഡു യു നോ ഇറ്റ്? ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ വെറുതെ അടങ്ങിയിരിക്കുന്നത് കാണുവാനായിട്ട് അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ദൈവത്തോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കുവാനത്രേ. നമ്മൾ 2 താലന്ത് കിട്ടിയവരെ പ്രൈസ് ചെയ്യുന്ന ഒരു യജമാനനെ കാണുവാനായിട്ട്. ഇത് ബിബ്ലിക്കൽ വേയിൽ നമുക്ക് ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തു യജമാനനാണ്, മടങ്ങി വരികയാണ്. യേശുക്രിസ്തു മടങ്ങി വന്നപ്പോൾ താലന്തുകൾ കൊട്ടി പൂഴ്ത്തിവെക്കുവാനല്ല ശ്രമിച്ചത്. 2 കൂട്ടർ ഈ താലന്തുകളെ വർദ്ധിപ്പിക്കുവാനായിട്ട്, നിന്നെ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്? 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സ്, നീ എന്ത് നേടി ഈ ലോകത്തിൽ? നീ എന്ത് വിശ്വസ്തത എന്നോട് കാണിച്ചിരിക്കുന്നത്? ഞാൻ എണ്ണിത്തീരാതെ വണ്ണം നിനക്ക് നന്മകൾ പകർന്നു, എത്രയോ ഗിഫ്റ്റുകൾ തന്നു, പല വിധത്തിലാണ്. ഞാൻ പറഞ്ഞു, പ്രാപ്തി പോലാണ് തന്നിരിക്കുന്നത്. അളവ് കൂടാതെ ദാനങ്ങളെ തന്ന ദൈവത്തിന് തിരിച്ചു വരുമ്പോൾ മറുപടി കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അതിനാണ് നമ്മൾ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്, ന്യായവിധി സമയം. ഇവിടെ ഭാഗത്ത് പറയുന്നു, ഞാൻ സമയം ചുരുക്കം കൊണ്ടെന്ന് പറയുന്നു. അപ്പോൾ സെർവൻസിന്റെ റെസ്പോൺസ് നമ്മൾ കണ്ടു. ഇത് മാസ്റ്ററിന്റെ വരവിൽ എന്താണ് മാസ്റ്റർ പറഞ്ഞത്? നല്ല മറുപടിയാണ് കൊടുത്തത്. 3-ാമത്തെ ആളിനെ വിളിക്കുകയാണ്, ദി അൺഫെയ്ത്ത്ഫുൾ സെർവന്റ് എക്സ്ക്യൂസ്. അവൻ പറഞ്ഞു, ഞാനുള്ളതെല്ലാം എന്തോ ചെയ്തു, വിളിച്ചിട്ടു. കാരണം നമുക്കറിയാം, ഞാനൊരു പോയിന്റ് പറയാം. ഈ താലന്ത് കൊടുത്ത സമയത്ത് എവിടെയായിരുന്നു ഈ 3-ാമത്തെ ആളിന്റെ ശ്രദ്ധ? പറ. ദാസൻ ഈ 3 പേരും കൂടെ ഒരുമിച്ച് താലന്ത് വന്ന സമയത്ത് 1ഉം 2ഉം ആള് കൊടുത്തിരിക്കുന്ന ആളുകൾ 5 താലന്ത് വാങ്ങിക്കുന്നു, 2 താലന്ത്. 3-ാമത്തവന്റെ ശ്രദ്ധ എവിടെയായിരുന്നു? യജമാനന്റെ മുകളിലല്ല, ഇവന്റെ കയ്യിലേക്ക് കൊടുത്ത 5 താലന്തിലായി. മറ്റവന്റെ കയ്യിലേക്ക് കൊടുത്ത 2 താലന്തിലായി. ഉറങ്ങാൻ പോയി, ഉറങ്ങാൻ ഒക്കുന്നില്ല. $1000 കിട്ടിയെന്ന് വെച്ചു, മേശപ്പുറത്ത് വെക്കുക, ഇത് നോക്കിക്കൊണ്ട് കിടക്കും. എങ്ങനെ ഉറങ്ങാൻ ഒക്കും? അവനെത്ര കിട്ടിയത്, എനിക്കെത്ര കിട്ടിയെന്നുള്ളതല്ല നോക്കുന്നേ, അവനെത്ര കിട്ടിയത്. 2-ാം ദിവസം അവൻ ഉറങ്ങാൻ നോക്കി, 2-ാമത്തെ ആളിനെ കുറ്റി ചിന്തിച്ചു, അവനെത്ര? $2000. ഈ $1000 അവിടെ തന്നെ ഇരിക്കുക, ഉറങ്ങാൻ ഒക്കുന്നില്ല. മറ്റുള്ളവൻ എത്ര കിട്ടിയത്? 3-ാമത് ചിന്തിച്ചു, ഈ യജമാനൻ എന്തൊരു സാധനമാണ്, എല്ലാവർക്കും നല്ലതുപോലെ കൊടുത്തു, എനിക്കെന്താ? പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ഇങ്ങനെയല്ലേ? മറ്റുള്ളവൻ എന്താ കിട്ടിയത് നമ്മൾ എന്താ അറിയുന്നത്? മറ്റുള്ളവർക്ക് എന്താണ് കിട്ടിയത്? 5 താലന്ത്, 10 താലന്ത്, 20 താലന്ത് കൊടുക്ക, ദൈവം കൊടുക്കട്ടെ. അവന്റെ കൈകളിൽ നോക്കാൻ പോയത് കൊണ്ടാണ് ഇവനൊരു കോംപ്ലക്സ് ഉണ്ടായിരുന്നത്. ഇതുവരെ അതിനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയി മാറുകയാണ്. അപകർഷത ബോധത്തിലേക്ക് വരിക. അവന്റെ സൈക്കോളജിക്കലി അവൻ ചേഞ്ച് ആവുക. അവൻ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. അവന്റെ ഭാര്യയോട് പറയുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എന്റെ 1 താലന്ത് അവിടെ ഇരിപ്പുണ്ട്, അത് അവിടെ തന്നെ ഇരിക്കുക. അവൻ 5 താലന്ത് കൊടുത്തില്ലേ, ഇവന് 2 താലന്ത് കൊടുത്തില്ലേ. ഞാൻ പറഞ്ഞില്ലേ, ദൈവം പലർക്കും പല കഴിവുകളാണ് കൊടുക്കുന്നത്. അയൽവക്കക്കാരന് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. മറ്റുള്ളവന്റെ സമൃദ്ധിയിൽ സന്തോഷിക്കുന്നതിന് അവൻ എത്രയാണ് കിട്ടിയതെന്ന് ചോദിച്ചു, നിന്റെ ജീവിതത്തിൽ നിന്ന് കുറക്കം വരില്ല. ഇതാ ഇവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവൻ എപ്പോഴാണ് ഉറങ്ങിയെന്നറിയാം? കുഴിച്ചിട്ടു. ഒന്നും ചെയ്യാൻ പോയി, അവന്റെ ജീവിതം കൊണ്ട് പ്രയോജനമില്ല. ഒന്നും ചെയ്യാൻ പോയി, അവൻ ആ പൈസ കൊണ്ട് കുഴിച്ചെങ്കിടുകയാണ് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ. നമ്മളങ്ങനെയാണ്. ദൈവം തമ്പുരാൻ തരുന്ന താലന്തുകളെ ഏതെല്ലാം വിധത്തിലാണ് പറഞ്ഞറിയിക്കാൻ വിനിയോഗിക്കുവാനായിട്ട് ശ്രമിക്കും. മറ്റുള്ളവൻ എത്ര കിട്ടിയെന്നുള്ളത് നമ്മുടെ കടമയല്ല. മറ്റുള്ളവൻ കിട്ടട്ടെ. അവനെ ദൈവം തമ്പുരാൻ അവനെ ഭൗതികമായി അവനെ ആത്മീകമായി അനുഗ്രഹിച്ചുവെങ്കിൽ അവന്റെ കഴിവിനൊത്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട്
ഈ ഫെയ്ത്ത്ഫുൾ അല്ലാത്ത ദാസനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന്റെ ജീവിതത്തെ അവൻ തന്നെ തകർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. ഇതല്ല ഒരു കാര്യവിചാരകനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നിനക്ക് എത്ര താലന്ത് തന്നു ദൈവം? 2 മക്കളെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, അല്ലേ? വിദ്യാഭ്യാസം തന്നു, മതി, എനിക്ക് മതി. സുഖമായി ഉറങ്ങുവാൻ കഴിയത്തക്കവണ്ണം എന്റെ ദൈവം തമ്പുരാൻ നിന്നെ നന്മകളാൽ ഗിഫ്റ്റുകളാൽ നിറയ്ക്കുന്നെങ്കിൽ അത് മതി. അയൽവക്കക്കാരന്റെ സമ്പത്തിനെ, അയൽവക്കക്കാരന്റെ സമ്പന്നതയും കണ്ട് നിന്റെ ജീവിതത്തെ എന്തിനാണ് ഉറക്കം കെടുത്തുന്നത്? The master will return. മാസ്റ്റർ വരുമ്പോൾ ചോദിക്കും, പ്രിയമുള്ളവരെ, ഒരു ദിവസം കണക്കെടുപ്പിന്റെ സമയമുണ്ട്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ പൂർത്തീകരിച്ചോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ലേസിനെസ്, ഭയം ഒന്നും നമുക്ക് പാടില്ല. God expects action and stewardship. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യവിചാരകൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നുള്ളത് ഈ ഭാഗത്ത് വ്യക്തമാക്കുക. 5 മിനിറ്റ് കൂടി എടുക്കുകയുള്ളൂ. ഇവിടെ കാര്യവിചാരകൻ എന്ന് പറയുന്നത് 1 2 ആളുകൾക്ക് പ്രൈസ് ദൈവം ഈ മാസ്റ്റർ കൊടുത്തുവെങ്കിൽ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് തിരിച്ചറിയണം. അറിയാം, എല്ലാവർക്കും അറിയാം. അതിനെ ഉപയോഗിക്കാതെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കെടുക്കുന്ന ഒരു ദിവസം. ഇവിടെ നമുക്ക് മൊത്തമായിട്ട് കാണുവാൻ കഴിയുന്നത് everything we have is God's property. ദൈവം തന്നിരിക്കുന്ന പ്രോപ്പർട്ടി. എന്റെ വെടുക്കുകൊണ്ടോ കഴിവുകൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നുമല്ല. സിറ്റിസൺഷിപ്പ്, ഗ്രീൻ കാർഡ്, എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന പ്രോപ്പർട്ടിയെ അത് വിഭാഗിച്ചു കൊടുക്കേണ്ടത് ഒരു ഗിഫ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളിയൊക്കെ ചോദിക്കുന്നത് മിഷൻ വർക്കുകൾ കൊടുക്കണം. കാരണം ഇത് ആരെയാ? നിന്റെ പ്രോപ്പർട്ടി അല്ല. ദൈവം തമ്പുരാൻ തരുന്ന പ്രോപ്പർട്ടിയെ വിഭാഗിച്ചു കൊടുക്കുവാനും വിനിയോഗം ചെയ്യുവാനും അത്രേ ഇന്നത്തെ ദിവസം എന്നിൽ കൂടെ ആഗ്രഹിക്കും. പിന്നെ രണ്ടാമത് നമുക്ക് കാണുന്നത്, ഏത് ഗിഫ്റ്റ് ലഭിച്ചാലും ഈ വേദപുസ്തകം എന്ന് പറയാൻ അവന്റെ പ്രാപ്തിക്കനുസരിച്ചേക്കിട്ട് കൂടുതലൊന്നും ആഗ്രഹിക്കരുത്. ഡോണ്ട് ബി ഗ്രീഡി. അത് നമ്മൾ ശ്രദ്ധിക്കണം. യു ഡോണ്ട് ഹാവ് ടു ബി ദ ബെസ്റ്റ്, ബട്ട് യു ഹാവ് ടു ബി ദ ഫെയ്ത്ത്ഫുൾ. നീ ബെസ്റ്റ് ആകാൻ ശ്രമിക്കണ്ട. യു ഡോണ്ട് ഹാവ് ടു ബി ബെസ്റ്റ്, ബട്ട് must be faithful. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, പണമല്ല ഞാൻ ഈ പറയുന്നത്. ഏത് ഗിഫ്റ്റ് ആണെങ്കിലും അതിനെ ഉപയോഗിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. There will be a day of accountability. That is good judgment. കർത്താവ് കടന്നു വരുന്ന സമയത്ത് നിന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, നിന്റെ കയ്യിൽ എന്തില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിനക്ക് തന്നത് നീ എങ്ങനെയാണ് വിനിയോഗിച്ചത്? മറന്നുപോകരുത്. നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലല്ല നമ്മളോട് ചോദിക്കുന്നത്. നിന്റെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഗിഫ്റ്റ് എന്തുമായിക്കോട്ടെ, നീ അത് എങ്ങനെ ഉപയോഗിച്ചു? എന്റെ അവസാനം പറയുന്നത്, എൻ്റർ ഇൻടു ദ ജോയ് ഓഫ് യുവർ ലോർഡ്. അത് ഞാൻ കുറിവാക്യമായിട്ട് വായിച്ചതല്ലേ മലയാളത്തിൽ. നല്ലവരും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പശ്രദ്ധിച്ച് ഞാൻ നിന്നെ അധികത്തിൽ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയും. എൻ്റർ ഇൻടു ദ ജോയ് ഓഫ് യുവർ ലോർഡ്. നമ്മുടെ ഗിഫ്റ്റിനെ നമ്മൾ മൂടി വെച്ചു. അത് ദൈവരാജ്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാൻ, നിക്ഷേപിക്കുവാൻ നമ്മുടെ ജീവിതത്തെ കൊടുക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ മടി കാണിച്ചിട്ടില്ലേ? Are you taking responsibility? ഞാൻ അവരോട് ചേർത്ത് പറയട്ടെ, ഇന്ന് എന്നോട് പ്രസംഗിക്കുവാനായിട്ട് പറയും. പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നേ. ഇന്നത്തെ ദിവസം സംസാരിക്കും. ഇതെന്റെ ഒരു ദൈവം തന്നൊരു ഗിഫ്റ്റാണ്. അത് ഞാൻ മനസ്സിലാക്കും. ഈശ്വരെ ഒരു കാര്യവിചാരകനെ പോലെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും. നിന്നെ ഇവിടെ ഈ ഇടവകയിൽ, ഈ പ്രയർ ഗ്രൂപ്പിൽ, ഈ സഭയിൽ ആക്കി വെച്ചതിനൊരു റീസൺ. ആ റീസൺ എന്ന് പറയുന്നത് ദൈവം തന്ന ഗിഫ്റ്റുകളെ ഉപയോഗിക്കുവാനായിട്ടാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ടാണ്. അതിനാണ് താലന്തുകളുടെ. വെറുതെ ഇരിക്കാനല്ല. സമ്പത്ത് മാത്രം നമ്മൾ ചിന്തിക്കരുത്. സമ്പത്ത് വൺ ഓഫ് ദ ഫാക്ടർ. എന്ത് തന്നാലും അതിനെ മൾട്ടിപ്ലൈ ചെയ്ത. അതുകൊണ്ടാണ് ഈ പ്രശോഭിതമായി നമ്മുടെ ട്രിനിറ്റി മാർത്തോമ ചർച്ച ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അനേകർക്ക് കൈത്താങ്ങലായി മാറുവാനായിട്ട്, ഭവനമില്ലാത്തവർക്ക് ഭവനം വെച്ച് കൊടുക്കാനായി നിനക്ക് തന്ന ഗിഫ്റ്റിനെ വിനിയോഗിക്കുക. നോ പറയരുത്. ഉള്ളതിനെ വിഭാഗിച്ചു കൊടുക്കുവാനായിട്ട് പറയണം. The parable of the talents is not about money. It's about mission. അവിടെയാണ് അവസാനിപ്പിക്കുക. ദൗത്യം, യേശു ക്രിസ്തു തന്നിരിക്കുന്ന ദൗത്യം. അങ്ങനെ ഒരു ജീവിതം സ്വപ്നം കാണാൻ സാധിച്ചില്ലെങ്കിലും
അത് ജീവിക്കുവാനായിട്ട് ശ്രമിക്കണം. സ്വപ്നം കാണി ഇനി ടൈമില്ല, നമുക്ക് അധികം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിനും ഇടയ്ക്കുള്ള ഒരു ജീവിതം ഞാനും നിങ്ങളും തീരുമാനിക്കണം. ഈ ജീവിതം എങ്ങനെയായിത്തീർന്നു? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്, എൻ്റർ ഇൻടു ദ ജോയ് ഓഫ് യുവർ ലോർഡ്. ഈ ദൈവത്തിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. തന്നതിനെ കുഴിച്ചുമൂടി വെക്കാനല്ല, തന്നതിനെ വർദ്ധിപ്പിക്കുവാൻ, അനേകർക്ക് പ്രഭവം ചൊരിയുന്ന, അനേകർക്ക് സുഗന്ധം പരത്തുന്ന, ദൈവത്തിന്റെ സുഗന്ധം പരത്തുന്ന അനുഭവമുള്ളവരാക്കി തീർക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ